ഇവയുടെ സഞ്ചാരം മനുഷ്യനിലേക്ക് ഏതെല്ലാം രീതിയിൽ ഫലങ്ങൾ രൂപീകരിക്കും. ഈ ചാരഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ അവരുടെ നക്ഷത്രത്തിന് എങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി ബാധിക്കുന്നതെന്ന് പറയണം. ഓരോരുത്തരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ പരിശോധിച്ച് അനുകൂലമായതും പ്രതികൂലമായതും ആനുകൂല്യം കുറവുള്ളതും ഇവയെല്ലാം പരിശോധിച്ചിട്ട് അവയ്ക്ക് യുക്തമായ പരിഹാരം കണ്ടുപിടിക്കുക ആണ് നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. ഓം നമസ്തേ. ജ്യോതിഷ പൂജാ കേന്ദ്രത്തിന്റെ 2026 ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രഹ നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലും തൽക്കാല സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നത്തിലും തന്നെയാണ് പറയുന്നത്. ഇതിനൊക്കെ പുറമെ ഗ്രഹ നക്ഷത്രങ്ങൾ ആകാശത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയുടെ സഞ്ചാരം മനുഷ്യനിലേക്ക് ഏതെല്ലാം രീതിയിൽ ഫലങ്ങൾ രൂപീകരിക്കും, മനുഷ്യനിലേക്ക് ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കും. ഈ സഞ്ചാരത്തിന്റെ ഫലമാണ് ഉണ്ടാകുന്ന ഫലങ്ങളെ ചാരഫലങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ചാരഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഒരു നക്ഷത്രത്തിന് ഒരു ഗ്രഹം അനുകൂലമാണ്, അല്ലെങ്കിൽ സാഹചര്യം വളരെ അനുകൂലമാണ്, അല്ലെങ്കിൽ മറ്റൊരു നക്ഷത്രത്തിന് സാഹചര്യം വളരെ പ്രതികൂലമാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും സാധാരണക്കാർക്ക് പ്രയോജനമൊന്നുമില്ല. സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ അവരുടെ നക്ഷത്രത്തിന് എങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി ബാധിക്കുന്നതെന്ന് പറയണം. അതുമാത്രമല്ല, എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കഴിയണം. അങ്ങനെ ഓരോരുത്തരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ പരിശോധിച്ച് അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളും അനുകൂലമായതും പ്രതികൂലമായതും ഇനി ആനുകൂല്യം കുറവുള്ളതും ഇവയെല്ലാം പരിശോധിച്ചിട്ട് അവയ്ക്ക് യുക്തമായ പരിഹാരം കണ്ടുപിടിക്കുക ആണ് നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. ഈ 2026 വർഷം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട്. രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ചിത്തിര, ചോതി, വിശാഖം, ഈ 9 നക്ഷത്രങ്ങൾ. ഇവർക്ക് ഭാഗ്യദേവതയുടെ പൂർണ്ണമായ ആനുകൂല്യമുള്ള നക്ഷത്രങ്ങളാണ്. ഇവരെന്ത് ചെയ്താലും വിജയമായിട്ട് മാത്രമേ അവശേഷിക്കുള്ളൂ. ഒരു പരിഹാരക്രിയകൾ ചെയ്തില്ലെങ്കിലും ഇവർക്ക് വിജയം ഉറപ്പാണ്. കുടുംബസൗഖ്യം, സാമ്പത്തിക നേട്ടം, വിദ്യാഭ്യാസ പുരോഗതി, ഏത് രംഗത്തും അംഗീകാരം, ഇത് തുടങ്ങി ലഭിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. പിന്നെ ഇതൊക്കെ ഒന്ന് പൂർത്തിയാകുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഒരു മാസത്തിൽ ജന്മനക്ഷത്രം നോക്കിയിട്ട് ഒരു ഗണപതി ഹോമം ചെയ്യിക്കുന്നത് ഒരു ദോഷപരിഹാരമായിട്ട് കണക്കാക്കിക്കൊണ്ട് നല്ല ഫലങ്ങൾ ലഭിക്കാൻ ഇടവരുത്തും. ഇനി അശ്വതി, ഭരണി, കാർത്തിക, പൂരം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം എന്നീ 9 നക്ഷത്രങ്ങൾ. ഇവർക്കും സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം ലഭിക്കുന്നത്. എങ്കിലും ദൈവാധീനം കുറച്ച് കുറവുള്ളത് കൊണ്ട്
അല്പം ഒരു ഈശ്വര ഭജനവും ദൈവാധീനവും എല്ലാം വേണം ഇവർക്ക്. അതിനു പുറമെ കഠിനമായ അധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ഈ നക്ഷത്രക്കാർ പൊതുവെ അധ്വാനശീലരാണ്. അതുകൊണ്ട് ഇവർക്ക് അധ്വാനിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് ഇവർ കഠിനമായിട്ട് അധ്വാനിക്കുക, ഈശ്വരഭജനം കൂടുതലായി നടത്തുക, ഇവർക്ക് ഭാഗ്യവർദ്ധനവ്, എല്ലാവിധ നേട്ടങ്ങളും, കുടുംബസൗഖ്യം, കുടുംബത്തിലെല്ലാവർക്കും സുഖം എന്ന് തുടങ്ങി എല്ലാവിധ സത്ഫലങ്ങളും ഇവർക്ക് ലഭിക്കും. ഇവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലഘുവായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ആഴ്ചതോറും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം ചെയ്യിക്കുക. ആ ഗണപതി പ്രീതി വന്നു കഴിയുമ്പോൾ ഇവരുടെ ചെറുതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ല ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കും. ആയുരാരോഗ്യ ധനധാന്യ സമൃദ്ധി ഉണ്ടാവും. ഉത്രം, അത്തം, തിരുവോണം, അവിട്ടം, ചതയം, പൂരൂരുട്ടാതി, ഉത്രട്ടാതി, മകം എന്നീ 9 നക്ഷത്രങ്ങൾ. ഗ്രഹസ്ഥിതികൾ ഈ നക്ഷത്രങ്ങൾക്ക് പൊതുവെ അത്ര അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെയും ആത്മപ്രഭാവകാരകനായിട്ടുള്ള ആദിത്യൻ്റെയും അധ്വാനകാരകനായ ശനിയുടെയും എല്ലാം പൂർണ്ണ ആനുകൂല്യമുള്ള നക്ഷത്രങ്ങളാണ്. അധ്വാനത്തിൻ്റെ കാര്യത്തിൽ ഇവരും ആരുടെയും പുറകിലല്ല. നന്നായിട്ട് അധ്വാനിക്കുക, നന്നായിട്ട് ഈശ്വരഭജനം നടത്തുക, എല്ലാവിധ നേട്ടങ്ങളും, തൊഴിൽ അഭിവൃദ്ധി, സ്ഥാനമാനം, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതി, എവിടെയും നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരെയും തേടിയെത്തും. ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ലഘുവായ പരിഹാരം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഒരു നവഗ്രഹ ക്ഷേത്രത്തിൽ ഒരു നവഗ്രഹ പൂജ മാസത്തിലൊരു പ്രാവശ്യം എങ്കിലും ചെയ്യിക്കുക. നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ നവഗ്രഹങ്ങളും എല്ലാ ഗ്രഹങ്ങളും അനുകൂലരാകും. ഇവർക്കും നല്ല ഫലങ്ങളെല്ലാം ലഭിക്കും. ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ്. പക്ഷെ ഒരാളുടെ ജീവിത ഫലങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഗ്രഹസഞ്ചാരം മാത്രമല്ല, അവരുടെ ജനനസമയം, ജാതകം, ഗ്രഹസ്ഥിതികൾ, ദശാസന്ധികൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം കുറേയെല്ലാം ഇതിനെ ബാധിക്കും. അതുകൊണ്ട് അതും കൂടി അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചാൽ പൂർണ്ണ ഫലം എല്ലാവർക്കും ലഭിക്കും. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.